സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹാരത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ഓഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന സുദിനം. ഓഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനഃജന്മത്തിന്റെ ദിനമായിരുന്നു. ആ പുണ്യ ദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള സ്നേഹം പ്രകടമാകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പീഡനങ്ങളും അറിഞ്ഞ ഭാരതത്തിന്റെ പിന്നിട്ട നാളുകൾ ഭാവി തലമുറയിൽ കൊളുത്തിവെക്കുന്നത് ഭാരതത്ര മാനികൾക്ക് ഹൃദയേക്കാൾ ഭയാനകം എന്ന ആശാന്റെ വാക്കുകളാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2024 എത്തിയപ്പോൾ ഇന്ത്യ ഏറെ വളർന്നു. മനുഷ്യന്റെ വളർച്ച ആദിത്യ എൽവണ്ണന്റെ രൂപത്തിൽ സൂര്യൻ വരെ എത്തിയെന്നും പറയാം. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തുന്നതിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ് ഓഗസ്റ്റ് 15. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് 1000 വട്ടം പ്രതിജ്ഞ ചെയ്താലും നാം ഒരു യഥാർത്ഥ ഇന്ത്യക്കാരാവില്ല. ദേശീയഗാനം പാടുമ്പോഴും ദേശീയ പതാക ഉയർത്തുമ്പോഴും വന്ദേ മാതരത്തിൽ മുഴുകുമ്പോഴും അത് നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും പ്രവർത്തിക്കാനുള്ള മാതൃധ്വനികളായി മാറണം. നമുക്ക് നല്ല മനുഷ്യരാകാം. കവി പറയും പോലെ അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതികളും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ദിനപ്രതി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണം നാം നമ്മുടെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാവരുതേ എന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം. പ്രകൃതിയുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു